സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കരളറിഞ്ഞു കേൾക്കും കാതുള്ളോ. ലോക പാപ ചുമടിനെ ശിരസ്സു കൊണ്ടു ചുമന്നോളിപ്പതിനു കുരിശെടുത്തു ഗൊൽഗോഥാവിൽ പോയോനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സങ്കീർത്തനം 24. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളത് ആകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടുപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സു വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ. യാക്കോബിന്റെ ദൈവമേ, തിരുമുഖം അന്വേഷിക്കുന്നവർ ഇവർ തന്നെ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതവുകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതവുകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ തന്നെ. അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. പ്രകാരം തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മകൾക്കും അനുഗ്രഹത്തിനും നിദാനമായി ഞങ്ങളെ അനുഗ്രഹിച്ചു പരിപാലിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ നല്ല അവസരത്തോ ഈ വാത്സല്യ കുടുംബത്തിലേക്ക് പ്രിയർക്കോ താമസിക്കുവാനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ ഭവനത്തെ പ്രതിഷ്ഠിച്ചോ നിന്റെ മക്കൾക്കായി തുറന്നു നൽകുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്ക് വേണ്ടി നന്ദിയോടുകൂടെ സ്തോത്രം. നാഥാ, നിന്റെ മക്കളുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ ദൈവം അറിഞ്ഞു മാനിച്ചു. തക്ക സമയത്തിന് ഇതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു. സാമ്പത്തികമായ സ്രോതസ്സുകൾ ദൈവം നൽകി. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. അങ്ങ് നൽകിയ നന്മയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് തിരുമുമ്പാകെ ഞങ്ങൾ വിശ്വസ്തയോടുകൂടെ ഈ ഭവനത്തിൽ പ്രാർത്ഥിച്ച് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പായി അങ്ങയുടെ സാന്നിധ്യം ഈ ഭവനത്തിൽ പ്രവേശിക്കുകയും ദൈവകൃപ കൊണ്ട് നിറയപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നിന്റെ മക്കൾ ജീവിക്കുവാൻ സ്വർഗ്ഗസ്ഥ പിതാവ് അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇതോ പ്രതിഷ്ഠിച്ചോ അങ്ങ് വേർതിരിക്കുമ്പോൾ നിന്റെ മക്കൾക്ക് അനുയോജ്യമായ വാസസ്ഥലമാക്കി അങ്ങ് തീർക്കുന്നത് കൊണ്ട് നന്ദിയോടുകൂടെ സ്തോത്രം. നാഥാ, തിരുമുമ്പാകെ ഞങ്ങൾ ഈ ഭവനത്തെ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അങ്ങയുടെ മക്കൾ ഈ ഭവനത്തിൽ സന്തോഷത്തോടും സമാധാനത്തോടും ദൈവകൃപയോടും ദൈവാശ്രയത്തോടും ജീവിക്കുവാൻ സ്വർഗ്ഗസ്ഥ പിതാവ് അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഭവനത്തെ ഗ്രേഷ്യസ് എന്ന നാമധേയത്തിൽ പ്രതിഷ്ഠിച്ചു അതിന്റെ മക്കൾക്കായിട്ട് വേർതിരിക്കുന്നു. ദൈവം ഈ ഭവനത്തെ അനുഗ്രഹിച്ച് വാഴ്ത്തുമാറാകട്ടെ. ആമേൻ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. വഴിയും സത്യവും ജീവനും ഇവനെ, അവൻ അരികിൽ വരുമേ ആശ്വാസമേകുമേ അവൻ. ചുമടൊഴിച്ച് മഴയും മഞ്ഞും പെയ്യുമ്പോൾ ഉള്ളിൽ കൃപ ചൊരിയുമേ മേഘത്തൂരിൽ നിന്നു പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ പ്രിയ മക്കൾക്ക് വിശ്രമിപ്പാനായിട്ട് നൽകിയിരിക്കുന്ന ഈ ഭവനത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ റൂമിനെ അങ്ങ് അനുഗ്രഹിക്കാൻ നന്ദിയോടുകൂടെ വാഴ്ത്തുന്നു കർത്താവേ. ദൈവനാമത്തിൽ നിന്റെ മക്കൾ അവരുടെ അധ്വാനങ്ങളിൽ നിന്ന് വിശ്രമിപ്പാനായിട്ട് ഈ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നിന്റെ മക്കൾക്കൊരു മറയായി തുണയായി കൂടി ഇരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വസിക്കുന്ന ഇടമായി, ദൈവിക ആലോചനകൾ പ്രാപിക്കുന്ന ഇടമായി, ദൈവവുമായിട്ടോ സംസാരിക്കുന്ന ഇടമാക്കി നിന്റെ മക്കൾക്കോ ഇതിനെ വേർതിരിച്ചു നൽകണമേ. പ്രത്യേകമായിട്ടോ യാക്കോബ് കണ്ട ദർശനം ഈ ഭവനത്തിൽ ഈ റൂമിൽ നിന്റെ മക്കൾ പാർക്കുമ്പോഴോ അപ്രകാരമുള്ള ദൈവിക ദർശനം ഈ ഭവനത്തിൽ നിന്റെ മക്കൾ കാണുവാൻ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല വിശ്രമത്തെ പ്രദാനം ചെയ്യണം. അങ്ങയുടെ ദൂതന്മാർ ഈ ഭവനത്തിൽ ഈ റൂമിൽ അങ്ങ് കാവലായി കൂടിയിരിക്കണമേ. നാഥാ, ദൈവികമായ ആലോചനകൾ പ്രാപിച്ചു
നിന്റെ മക്കൾക്ക് ആവശ്യമായിട്ടുള്ള ദൈവികമായിട്ടുള്ള ചിന്തകളോടുകൂടെ നിറയപ്പെട്ട് മുൻപോട്ട് ഗമിപ്പാനുള്ള ആലോചനകൾ പ്രാപിക്കുന്ന ഇടമായി ഈ റൂമിനെ അങ്ങ് രൂപപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് നന്ദിയോടുകൂടെ സ്തോത്രം. അങ്ങ് വാഴ്ത്തണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. നിന്റെ മക്കളുടെ വിശ്രമ സ്ഥലമാക്കി അങ്ങ് വേർതിരിച്ചു നൽകുമാറാകണം. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഒന്നുമെനിക്കു കുറഞ്ഞു വരാൻ എന്നെ അവൻ തൃണമുള്ളതാലേ എന്നും നേയിച്ചിടുന്നു പരൻ എന്നിടയൻ യഹോവാ പിതാവാം. ഒന്നുമെനിക്കു കുറഞ്ഞു വരാൻ ശാന്തജലത്തരികൾ കിടത്തി താന്തിരിക്കുന്നീതനാത്മനയും തൻ തിരുനാമമുഖാന്തരം താൻ സന്തതം നീതിയിൽ നടത്തുമെന്നേ എന്നിടയൻ യഹോവാ പിതാവാം. ഒന്നുമെനിക്കു കുറഞ്ഞു വരാൻ. യേശുവേ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ഈ ഭവനത്തിൽ കർത്താവേ മുറിക്കിൽ ദൈവം ഞങ്ങളായിരുന്നുകൊണ്ട് കർത്താവിടെ വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ കൃപ അധികമായി പകരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ അനുഗ്രഹിച്ച് വാഴ്ത്തി ദൈവമേ ഈ റൂമിനെ അങ്ങ് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ അവർ ആഗ്രഹിക്കുന്നത് കർത്താവെ, അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വളരെ സന്തോഷത്തോടെ ദൈവിക സമാധാനം അനുഭവിച്ചുകൊണ്ട് കർത്താവെ ഈ റൂമിൽ കർത്താവെ പാർപ്പാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദൂതന്മാരാൽ കാവൽ ചെയ്യണമേ, അങ്ങയുടെ കൃപയുടെ മറവിൽ അങ്ങ് മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ രക്തത്താൽ വിശുദ്ധീകരിച്ച് കർത്താവെ അങ്ങ് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവമേ, കർത്താവെ മുറിക്കലിൽ കടക്കുമ്പോഴും ദൈവം തിരികെ കടന്നു പോകുമ്പോഴും കർത്താവിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മറവിൽ മറച്ച് ദൈവമേ പ്രിയപ്പെട്ടവരെ അങ്ങ് വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ നാമധേയത്തിൽ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ വിശുദ്ധയാൽ ദൈവമേ ഇവിടെ ദൈവമേ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് അനുഗ്രഹത്തോടുകൂടെ പൂർണ്ണമായ അനുഗ്രഹം അനുഭവിച്ചുകൊണ്ട് കർത്താവെ ദൈവമേ ഇവിടെ പാർപ്പാൻ ദൈവം കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ഞങ്ങളുടെ കരങ്ങളെ സമർപ്പിക്കട്ടെ. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം നല്ല പിതാവേ, ആമേൻ. കർത്തനോടു തൻ കോൽവടിയും നിത്യമനാത്മനശ്വാസജയം മൃത്യുവിൻ താഴ്വരതു കടവും സത്യമനാൻ ഭയപ്പെടുകയില്ല എന്നിടയൻ യഹോവാ പിതാവാം. ഒന്നുമെനിക്കു കുറഞ്ഞു വരാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വാഴ്ത്തപ്പെട്ട പിതാവേ, നല്ല ദൈവമേ, അപ്പൊ ഈ ഭവനത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം പരിശുദ്ധനായ ദൈവമേ നീ ഞങ്ങളെ ഒരുക്കിയതിനാൽ നന്ദി കർത്താവേ. അപ്പൊ അബ്രഹാമിന് കർത്താവ് നീ കൊടുത്തതായിട്ടുള്ള അനുഗ്രഹത്തെ കർത്താവിന്റെ മക്കളുടെ മേൽ നീ പകർന്നിരിക്കുന്ന വിധങ്ങൾക്ക് നന്ദി കർത്താവേ. നീ കാൽ ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി തരുമെന്ന് പറഞ്ഞ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ അപ്പൊ നിന്റെ മക്കളോട് കൂടെ എപ്പോഴും ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പൊ വളരെ നാളുകൾ കൊണ്ട് കർത്താവ് നിന്റെ മക്കൾ കർത്താവെ ഒരു ഭവനത്തിന് വേണ്ടി കർത്താവെ പ്രാർത്ഥിച്ചു, അതിനു വേണ്ടി കർത്താവ് പ്രയത്നിച്ചു. അപ്പൊ അങ്ങയുടെ കൃത്യസമയത്ത് ദൈവമേ നിന്റെ മക്കൾക്ക് വേണ്ടി വഴികളെയും വാതിലുകളെയും തുറന്നു നൽകിയ ദൈവമേ അങ്ങേക്ക് നന്ദി കർത്താവേ. അപ്പൊ ആ സ്വർഗത്തിലെ ദൈവം അങ്ങ് വചനം പറയുന്നല്ലോ, നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ എന്ന് കർത്താവിന്റെ വചനം പറയുന്നത് പോലെ അപ്പൊ അങ്ങയുടെ സന്നിധി താണിരുന്നു കൊണ്ട് കർത്താവ് അതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ നിന്റെ മക്കൾ കർത്താവെ ഓരോ ചുവടുകൾ വെച്ചപ്പോഴൊക്കെ ദൈവമേ നിന്റെ കൃപ കർത്താവ് നിന്റെ മക്കളോട് കൂടെ ഇരുന്ന് കർത്താവെ. പരിശുദ്ധനായ ദൈവമേ കർത്താവ് ഈ ഭവനത്തെ മുറ്റുമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. അപ്പൊ ഈ ഭവനത്തിന്റെ കർത്താവ് ഓരോ റൂമുകളിൽ കർത്താവ് അങ്ങയുടെ സാന്നിധ്യത്തെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ അങ്ങയുടെ ദൂതന്മാരെ കാവൽ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധനായ ദൈവമേ കർത്താവെ, അപ്പൊ കർത്താവ് അങ്ങ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കർത്താവ് ഒരു ഭവനമാക്കി കർത്താവെ. അപ്പൊ സ്വർഗത്തിലെ ദൈവമേ നീ അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഭവനത്തിലൊക്കെ ആരൊക്കെ പ്രവേശിക്കുന്നു കർത്താവെ, അപ്പൊ കർത്താവ് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമേ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിന്റെ മക്കളിലൂടെ കർത്താവെ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ദൈവമേ അപ്പൊ അങ്ങ് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മക്കളെ കർത്താവെ അപ്പൊ ഇവിടെ കർത്താവ് വിളിച്ചു വേർതിരിച്ച് കർത്താവ് ഇവിടെ ആക്കിയിരിക്കുമ്പോൾ കർത്താവെ അപ്പൊ ഇതിന് ചുറ്റും വസിക്കുന്നവർക്ക് ഒരു പ്രകാശമാക്കി ദൈവമേ നീ അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധനായ ദൈവമേ ഇവരിലൂടെ കർത്താവെ അപ്പൊ ക്രിസ്തുവിന്റെ സമാധാനത്തെ ക്രിസ്തുവിന്റെ സന്തോഷത്തെ കർത്താവെ അപ്പൊ നിന്റെ മക്കളിലേക്ക് പകരുവാൻ കർത്താവെ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധനായ ദൈവമേ കർത്താവെ ഒന്നുകൂടെ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവെ. അപ്പൊ കർത്താവ് നിന്റെ മക്കളെ കർത്താവ് കുടുംബമായ ദൈവമേ നീ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പൊ ദേശങ്ങളിൽ ഉന്നതങ്ങളിൽ വാഹനമേൽ ഓടുമാറാക്കുന്ന ദൈവത്തിന്റെ കൃപ നിന്റെ മക്കളോടുകൂടി എപ്പോഴും ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മക്കൾ എവിടെയൊക്കെ കടന്നു പോകുന്നു, എവിടെയൊക്കെ സഞ്ചരിക്കുന്നുവോ കർത്താവെ, അവിടെയൊക്കെ കർത്താവ് നിന്റെ സാന്നിധ്യം നിന്റെ മക്കളോട് കൂടെ പോരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അങ്ങനെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ നിറയ്ക്കണം കർത്താവെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, സർവലോകാധിപ നമസ്കാരം
സകല സൃഷ്ടികർത്ത നമസ്കാരം. ധരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപരപിതാവേ നമസ്കാരം. ധരകടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപരപിതാവേ നമസ്കാരം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തന്മാർക്ക് നടത്തുന്നതായിരിക്കുന്ന നല്ല ദൈവമേ സ്വർഗ്ഗസ്ഥപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെടുന്ന നല്ല ദിവസത്തിന് നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളുടെ നാളത്തെ പ്രാർത്ഥനയുടെ ഫലമായി ഒരു ഭവനം വാങ്ങുവാനോട് സഹായിച്ചുള്ളതിനായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളായിരിക്കുന്ന ഈ കർത്താവെ അടുക്കളയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ അനുഗ്രഹിച്ച് അവിടെ ആശീർവദിക്കണമേ. ഇവിടെ പാചകം ചെയ്യുന്ന സമയത്തെല്ലാം ദൈവികമാകുന്ന സംരക്ഷണവും സുരക്ഷിതത്വം അനുഭവിക്കുവാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മക്കളുടെ കലവറ കർത്താവ് ഒന്നും കുറഞ്ഞു പോകാതെ വണ്ണം അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കലത്തിലെ മാവ് കുറഞ്ഞു പോകാതെ, കർത്താവ് ഭരണിയിലെ എണ്ണ കർത്താവ് കുറഞ്ഞു പോകാതെ വണ്ണം അവിടുന്ന് കാത്ത് അനുഗ്രഹിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ രുചികരമായിട്ടുള്ള ഭക്ഷണം പാചകം ചെയ്യുവാൻ, അനേകം പേരെ കർത്താവ് പോഷിപ്പിക്കുവാൻ കർത്താവ് നിന്റെ മക്കളെല്ലാവരും അങ്ങ് അനുഗ്രഹിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ആരൊക്കെ ഇവിടെ കർത്താവ് കൈകാര്യം ചെയ്യുന്നു അവരെല്ലാം അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കാൻ സ്തോത്രം ചെയ്യുന്നു. സകലം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. തിരുവവതാരം നമസ്കാരം. ജഗതിരക്ഷിതാവേ നമസ്കാരം. മനുഷ്യ ജീവനെ വരിപ്പാൻ തരുതന്നിൽ മരിച്ചോ നമസ്കാരം. തരുതന്നിൽ മനുഷ്യ ജീവനെ വരിപ്പാൻ തരുതന്നിൽ മരിച്ചോ നമസ്കാരം. പരിശുദ്ധ ആത്മാ നമസ്കാരം. പരമസൽ ഗുരുവേ നമസ്കാരം. അരൂപിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. അരൂപിയായ അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. ത്രിതൊഴിലുള്ളോ നമസ്കാരം. ത്രികനാഥ നമസ്കാരം. കർത്താതി കർത്ത കാരുണ്യ കടലേ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. കർത്താതി കർത്ത കാരുണ്യ കടലേ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. സങ്കീർത്തനങ്ങൾ 84. സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകുലൊരു വീടും മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവയെ നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയമായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിസ്റ്റർ സുബിൻ, മിസസ് ഗ്രേസ്, ഹെൽഗമോൾ എന്നിവർക്ക് വേണ്ടി അവർ വാങ്ങിയിരിക്കുന്ന ഈ ഭവനത്തിൻ്റെതായിട്ടുള്ള പ്രതിഷ്ഠ ശുശ്രൂഷയാണല്ലോ ഇവിടെ നടക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ മക്കൾ പൂർണ്ണമായിട്ടോ പ്രത്യാശയോടുകൂടെ കാത്തിരുന്ന ഒരു അനുഭവമാണ് ഒരു ഭവനം എന്നുള്ളത്. അത് തക്ക സമയത്ത് ദൈവം അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഭവനം ഈ ഡൽഹിയിൽ വാങ്ങുവാൻ ഈ പ്രിയ കുടുംബത്തെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് 54-ാം സങ്കീർത്തനം അതിന്റെ 12-ാം വാക്യം പറയുന്നത് പോലെ, സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതേ പ്രിയമുള്ളവരെ, ഇവർ കർത്താവായ യേശുവിൽ പൂർണ്ണമായി ആശ്രയിച്ച്
പ്രാർത്ഥനയോടുകൂടെ കാത്തിരുന്നു. എന്നാൽ ദൈവം തക്ക സമയത്ത് അവരുടേതായ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അവരെ മാനിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഭവനം നാം ഇന്ന് ഗ്രേഷ്യസ് എന്ന നാമത്തിൽ പ്രതിഷ്ഠിച്ച് നിന്റെ മക്കൾക്ക് താമസത്തിനായിട്ട് വേർതിരിച്ച് നൽകുമ്പോൾ ഈ ഭവനത്തിൽ ദൈവ സാന്നിധ്യം നിലനിൽക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. യാക്കോബ് കണ്ടതായ ദർശനം നിന്റെ മക്കൾ ഇവിടെ കാണേണ്ടുന്നത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അനേകർക്ക് ഒരു ആശ്വാസത്തിന്റെ ഇടമായിട്ട് ഈ ഭവനം തീരണം. അനേകരെ സഹായിക്കുന്ന ഒരു ഇടമായി ഈ ഭവനം മാറ്റപ്പെടണം. അപ്പോഴാണ് ദൈവകൃപയുള്ള ദൈവ അനുഗ്രഹമുള്ള ഭവനമായിട്ട് രൂപപ്പെടുവാൻ ഇടയാകുന്നത്. അതിലുപരിയായിട്ട് മനോഹരമായിട്ടുള്ള ഈ ഭവനം ദൈവം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ദൈവവചന പഠനത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി സമയം ചെലവഴിക്കുവാനായിട്ടും കൂടെയാണ്. വിശേഷിച്ച് ഈ ഹാളിൽ വന്ന് നിന്റെ മക്കൾ വിശ്രമിക്കുമ്പോൾ പല കാര്യങ്ങൾ ഇവിടെ നിന്ന് അവർക്ക് ചിന്തിക്കുവാൻ ആലോചിക്കുവാനായിട്ടുള്ള ഒരു ഇടമാണ്. എന്നാൽ എപ്പോഴും ദൈവികമായ ആലോചനകൾ നിന്റെ മക്കളെ നടത്തണം. ദൈവിക ചിന്തകൾ അവർക്ക് നൽകിക്കൊടുക്കണം. എന്നാൽ മാത്രമേ അവർ ദൈവ ആശ്രയമുള്ള അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചതിന്റെ നന്മ അവർ അനുഭവിക്കുന്നുവെന്ന് പറയുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നാം വായിച്ചതുപോലെ സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഒരു അനുഭവത്തോടുകൂടെ ഈ കുടുംബത്തിൽ നിന്റെ മക്കൾ പാർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ഭവന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായി നിന്റെ മക്കൾക്ക് രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തിൽ വിടവാങ്ങുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാലാകാലങ്ങളിലും സകല നന്മകളും നൽകി അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ വാത്സല്യമുള്ള കുടുംബത്തിന് ഗ്രേഷ്യസ് എന്ന ഈ വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ഭവനം നിന്റെ മക്കൾക്ക് നൽകി കൊടുത്തുവല്ലോ. അതുകൊണ്ട് സ്തോത്രം. നാഥാ, നിന്റെ മക്കൾ ഈ ഭവനത്തിൽ